അങ്ങനെ ജോബ് സെർച്ചിങ്ങിൻ്റെ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. CVs കുറച്ച് ഇവിടെയുള്ള മോളിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാം. ഇതൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷയിലല്ല കേട്ടോ, പിന്നെ എവിടെയെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് റെഡിയാകാം. ഞാൻ കാണിച്ചു തരാം എവിടെയാണ് പോകുന്നത്, എവിടെയാണ് CV കൊടുക്കുന്നതെന്ന്. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. പോവാം. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് CV എടുക്കണം, അതേപോലെ തന്നെ കുറച്ച് ക്യാഷ് എടുക്കണം. ഇനി ഇവിടെയുള്ള മോളിലൊക്കെ പോയി എവിടേക്ക് കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. CV കൊടുക്കണം. പിന്നെ നാട്ടിൽ നിന്ന് ജോലി അന്വേഷിച്ച് ദുബായിലേക്ക് വരുന്നവർക്ക് ഇതൊരു നല്ല ടൈമാട്ടോ. അതായത് വലിയ ചൂടൊന്നുമില്ല. മോർണിംഗ് ആണെങ്കിലും ഈവനിങ് ആണെങ്കിലും നമുക്ക് നാട്ടിലെ ഒരു ചൂട് മാത്രം നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് നല്ല ടൈമിംഗ് ആണ്. അതായത് വലിയ ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടാവില്ല. ജോലി അന്വേഷിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ചൂടും കാര്യങ്ങളൊന്നും വലിയതായിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ടൈമിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പുറത്തിറങ്ങി ജോലിക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കാൻ പറ്റും. അപ്പോൾ പോവാം. അങ്ങനെ നടന്ന് അൽമദീനയുടെ മുന്നിലെത്തി. ഇവിടെയാണ് CV കൊടുക്കുന്നത്. ഞാൻ CV കൊടുത്തിട്ട് വരാം കേട്ടോ. CV കൊടുത്തിട്ട് നമുക്ക് പർച്ചേസിങ്ങിനായിട്ട് എവരിഡേ മോളിൽ പോകണം. കുറച്ച് വെയിലൊക്കെ ഉണ്ട് കേട്ടോ, എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ സീബ്ര ക്രോസിങ്ങിൻ്റെ നമ്മൾ സിഗ്നൽസ് ഒന്നും നോക്കണ്ട, നമുക്ക് നടന്നങ്ങ് പോയാൽ മതി കേട്ടോ. അവിടെ ഓപ്പോസിറ്റ് വണ്ടികളൊക്കെ നിർത്തിയിടും. അത് നല്ല കാര്യം കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ നമുക്കൊരു നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ എവരിഡേ മോളിലെത്തി. നമ്മളാദ്യം കൊട്ടയെടുത്തു. അതിനകത്തേക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ട് നമ്മൾ കൊട്ടയെടുത്തുകൊണ്ട് ഉന്തിക്കൊണ്ട് പോവാം. ഇനി നമുക്ക് ഫസ്റ്റ് എനിക്കൊരു ബ്രഷ് വേണം. എനിക്കല്ല ഇച്ചാന് ബ്രഷ് വേണം. അപ്പോൾ ഞാനൊരു ബ്രഷ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. ബ്രഷിൻ്റെ വലിയ റേറ്റൊന്നും ഇല്ലാത്തൊരു അത്യാവശ്യം ക്വാളിറ്റിയുള്ളൊരു ബ്രഷ് എടുത്തു. അപ്പോഴാണ് ഞാൻ ഈ ഒരു വ്യക്തിനെ കണ്ടു കേട്ടോ. ഈ വ്യക്തി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്. നല്ലൊരു ലിപ് ബാം എനിക്ക് കാട്ടിത്തരുമെന്ന് ചോദിച്ചപ്പോൾ ആളെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. You have Vaseline, nude, with nude. You have Vaseline and aloe vera. Okay. But aloe vera is better because aloe vera is very natural. This also is natural. ആളെനിക്ക് പറഞ്ഞു തരികയാണ് വാസ്ലിൻ്റെത് ആലുവേറയുടെയും ലിപ് ബാം നല്ലതാണ്, പക്ഷെ ഒന്നുകൂടിയും ബെറ്റർ ആലുവേറയുടെയാണ്. നാച്ചുറൽ പ്രോഡക്റ്റ് ആണ്. പിന്നെ നമ്മുടെ ഹെയറിനും ഫേസിനും ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഞാനത് ചൂസ് ചെയ്തു. എന്നിട്ടൊരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത സെക്ഷനിലേക്ക് പോയി. ഇവിടെ കുറേ ഹെയർ ബൺസും ക്ലിപ്സും ഒക്കെ കേട്ടോ. ഞാൻ ഇതൊന്നും വാങ്ങത്തൊന്നുമില്ല, പക്ഷെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ല് ചെയ്ത് പുറത്തിറങ്ങി. ഇനി പതുക്കെ നടന്ന് റൂമിലേക്ക്. ഇനി നെക്സ്റ്റ് ഡേ കാണാം.